പാലാ രാഷ്ട്രീയത്തിലെ ദശാബ്ദങ്ങൾ നീണ്ട പോരാട്ടങ്ങളുടെ പുതിയൊരു അധ്യായത്തിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. കേരള കോൺഗ്രസ് മാണി വിഭാഗം ചെയർമാൻ ജോസ് കെ മാണിയും പാലാ എംഎൽഎ മാണി സി കാപ്പനും തമ്മിലുള്ള വാക്പോര് കേവലം ഒരു വ്യക്തിഹത്യ എന്നതിലുപരി പാലായുടെ വികസനത്തെയും രാഷ്ട്രീയ പാരമ്പര്യത്തെയും ചൊല്ലിയുള്ള വലിയൊരു സംവാദമായി മാറിയിരിക്കുന്നു. LDF മധ്യമേഖലാ ജാഥയുടെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജോസ് കെ മാണി ഉന്നയിച്ച വിമർശനങ്ങൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിതെളിച്ചിരിക്കുന്നത്. പാലാ എന്ന നിയോജക മണ്ഡലം കേരള രാഷ്ട്രീയത്തിൽ എക്കാലവും KM മാണി എന്ന അതികായന്റെ പേരിനൊപ്പമാണ് ചേർത്ത് വായിക്കപ്പെട്ടിട്ടുള്ളത്. 50 വർഷത്തിലധികം ഇദ്ദേഹം പ്രതിനിധീകരിച്ച ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഇന്നും അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ജോസ് കെ മാണിക്ക് വലിയ രാഷ്ട്രീയ ആയുധമാണ്. പാലായിൽ നിലവിലുള്ള ഓരോ കല്ലും തൂണും KM മാണിയുടെ വികസന കാഴ്ചപ്പാടിന്റെ അടയാളമാണെന്ന് ജോസ് കെ മാണി വാദിക്കുമ്പോൾ, നിലവിലെ MLA ആയ മാണി സി കാപ്പൻ ഇതിനപ്പുറം എന്ത് ചെയ്തു എന്ന കാര്യം പ്രസക്തമാവുന്നുണ്ട്. ജോസ് കെ മാണിയുടെ വിമർശനങ്ങളുടെ കാതൽ പാലായുടെ നിലവിലെ വികസന മുരടിപ്പാണ്. MLA എന്ന നിലയിൽ മാണി സി കാപ്പൻ വികസന കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല എന്നതാണ് പ്രധാന പരാതി. ഒരു ജനപ്രതിനിധിക്ക് ലഭിക്കേണ്ട ഫണ്ടുകളും പദ്ധതികളും കൃത്യമായി വിനിയോഗിക്കുന്നതിലും അത് മണ്ഡലത്തിലേക്ക് എത്തിക്കുന്നതിലും കാപ്പൻ പരാജയപ്പെട്ടുവെന്ന് ജോസ് കെ മാണി കുറ്റപ്പെടുത്തുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ജോസ് കെ മാണിയാണെന്ന കാപ്പന്റെ ആരോപണം സ്വന്തം പരാജയം മറച്ചുപിടിക്കാനുള്ള തന്ത്രമാണെന്നും അദ്ദേഹം പരിഹസിച്ചു. ജില്ലാ വികസന അവലോകന യോഗങ്ങൾ ഒരു മണ്ഡലത്തിന്റെ വികസന നിർണായകമാണ്. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കാനും മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പുനരാരംഭിക്കാനും ഇത്തരം യോഗങ്ങൾ സഹായിക്കും. എന്നാൽ പാലാ MLA ഇത്തരം പ്രധാനപ്പെട്ട യോഗങ്ങളിൽ നിന്നും നിരന്തരം വിട്ടുനിൽക്കുന്നു എന്നാണ് ജോസ് കെ മാണി ചൂണ്ടിക്കാട്ടുന്നത്. കൃത്യമായ ഫോളോ അപ്പുകൾ ഇല്ലാത്തതിനാൽ മണ്ഡലത്തിലെ വലിയ പദ്ധതികൾ പോലും പാതി വഴിയിൽ നിലയ്ക്കുന്ന അവസ്ഥയാണുള്ളത്. ഉദ്യോഗസ്ഥരെ വികസന കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിലോ പണം അനുവദിക്കുന്നതിലോ കാപ്പൻ ശുഷ്കാന്തി കാട്ടുന്നില്ല എന്ന വിമർശനം മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിലും ചർച്ചയായിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ജോസ് കെ മാണി ഉയർത്തിയ ചോദ്യങ്ങൾ രാഷ്ട്രീയമായി കാപ്പനെ പ്രതിരോധത്തിലാക്കുന്നതാണ്. പുതിയ പദ്ധതികൾ എവിടെ? KM മാണി കൊണ്ടുവന്ന പദ്ധതികൾ പൂർത്തിയാക്കുക എന്നതിലുപരി പുതിയതായി എന്തെങ്കിലും മൗലികമായ മാറ്റം പാലായിൽ കൊണ്ടുവരാൻ കാപ്പന് സാധിച്ചിട്ടുണ്ടോ? ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം. താൻ വികസനം തടയുന്നു എന്ന് പറയുന്ന കാപ്പൻ ഏത് പദ്ധതിയാണ് താൻ തടഞ്ഞതെന്ന് വ്യക്തമാക്കാൻ തയ്യാറാണോ? വികസന ചർച്ചകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് എങ്ങനെയാണ് ഒരാൾക്ക് ജനങ്ങളോട് നീതി പുലർത്താൻ കഴിയുക? പാലാ രാഷ്ട്രീയത്തിന് പുറമെ സംസ്ഥാനത്തെ പ്രധാന ചർച്ചാ വിഷയമായ മലപ്പുറം ജില്ലാ വിഭജനത്തെക്കുറിച്ചും ജോസ് കെ മാണി തന്റെ നിലപാട് വ്യക്തമാക്കി. സമസ്ത ഉയർത്തിയ വിഭജന പ്രമേയത്തോട് അദ്ദേഹം വിയോജിച്ചു. മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന അഭിപ്രായം തനിക്കോ കേരള കോൺഗ്രസ് എമ്മിനോ ഇല്ലെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. വികസനവും ഭരണ സൗകര്യവും കണക്കിലെടുത്ത് വിഭജനം വേണമെന്ന ആവശ്യത്തിന് നിലവിൽ പ്രസക്തിയില്ല. വികസന പ്രവർത്തനങ്ങൾ മലപ്പുറത്തും സുതാര്യമായി നടക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും ഭരണപരമായ ക്രമീകരണങ്ങൾ ആവശ്യമാണെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും മറ്റും ഇത്തരം വിഷയങ്ങൾ ചർച്ചയാകാൻ സാധ്യതയുള്ളതിനാൽ വ്യക്തമായ ഒരു നിലപാട് അദ്ദേഹം മുന്നോട്ട് വെച്ചു. LDF മധ്യമേഖലാ ജാഥയുടെ പശ്ചാത്തലത്തിൽ KK ശൈലജയെയും PB സുനീറിനെയും സാക്ഷി നിർത്തിയാണ് ജോസ് കെ മാണി ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇത് വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് പാലാ തിരിച്ചുപിടിക്കാനുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ കൃത്യമായ നീക്കമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. KM മാണിയുടെ മരണശേഷം പാലാ ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ട മണ്ഡലം എന്ത് വില കൊടുത്തും തിരിച്ചുപിടിക്കുക എന്നത് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. കാപ്പന്റെ വീഴ്ചകൾ ജനമധ്യത്തിൽ തുറന്നു കാട്ടുന്നതിലൂടെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനുകൂല സാഹചര്യം ഒരുക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. പാലാ രാഷ്ട്രീയത്തിലെ മാണി കുടുംബത്തിന്റെ പോരാട്ടത്തിൽ വികസനം എന്നത് കേവലം ഒരു വാക്ക് മാത്രമല്ല, അത് അധികാരത്തിലേക്കുള്ള വഴി കൂടിയാണ്. ജോസ് കെ മാണിയുടെ വിമർശനങ്ങൾ മാണി സി കാപ്പൻ എങ്ങനെ പ്രതിരോധിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും പാലായുടെ വരുംകാല രാഷ്ട്രീയ ചിത്രം. വികസനത്തെക്കുറിച്ചുള്ള ഈ സംവാദം മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിൽ സജീവമാകുമ്പോൾ അന്തിമ വിധി എഴുതേണ്ടത് പാലാക്കാര് തന്നെയാണ്.